മഹാത്ഭുതങ്ങളുടെ കലവറയാണ് ഹിമാലയം. പർവ്വതങ്ങളുടെ രാജാവെന്ന ബഹുമതി ഹിമാലയത്തിനുണ്ട്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ഉയരം കൂടിയ പീഠഭൂമിയും ഹിമാലയത്തിലാണ്. ധാമങ്ങളും കൈലാസങ്ങളും വിശിഷ്ടാശ്രമങ്ങളും മാത്രമല്ല, അമരനായ ബാബാജിയുടെ ഗൗരീശങ്കര പീഠവും ഹിമാലയത്തിലാണ്. അതിനുമപ്പുറം പുരാണങ്ങളിലൊക്കെ പരാമർശിക്കുന്ന സ്വർഗനഗരം, ജനിമൃതികളില്ലാത്ത സിദ്ധാശ്രമം അഥവാ ശംഭാല ഹിമാലയത്തിന്റെ നിഗൂഢ സ്ഥലികളിലെവിടെയോ ഒളിഞ്ഞു കിടക്കുന്നു. ഇവയോടൊക്കെ ചേർത്ത് വയ്ക്കാവുന്ന മറ്റൊരു പ്രത്യക്ഷാത്ഭുതമാണ് ഓം പർവ്വതം. ആദി കൈലാസ യാത്രാ വഴിയിലാണ് ഇത് ദൃശ്യപ്പെടുക. മാനം മുട്ട നിൽക്കുന്ന പർവ്വത നിരകളിൽ ഒന്നിന്റെ അതിവിശാലമായ കറുത്ത പ്രതലത്തിൽ തൂവെള്ളയിൽ വിരചിക്കപ്പെട്ടിരിക്കുന്ന ഓങ്കാര രൂപം. വളരെ ദൂരെ നിന്നുള്ള ആ ദർശനം ആരെയും സ്തബ്ധരാക്കും. വജ്രസമാനമായ കൂർത്ത തലങ്ങൾ ഉള്ള ശിലയിൽ ഓം എന്ന പ്രണവാക്ഷരം ദേവനാഗരി ലിപിയിൽ കൂറിയിട്ടിരിക്കുന്നു. അതിൽ പൂർണ്ണമായി മഞ്ഞു തളം കെട്ടി നിൽക്കുമ്പോൾ വടിവൊത്ത ധവളാക്ഷരം. അത്ഭുതമെന്നല്ലാതെ മറ്റെന്ത് പറയാൻ. ദക്ഷന്റെ യാഗാഗ്നിയിൽ ലയിച്ച സതീദേവി പാർവതിയായി ജന്മമെടുക്കുന്നു. ആദി കൈലാസത്തിൽ നിന്നും ശിവനും പാർവതിയും മാനസ കൈലാസത്തിലേക്ക് താമസം മാറ്റുന്നു. ഇടയ്ക്കൊരു നാൾ തങ്ങളുടെ പഴയ വാസസ്ഥാനം സന്ദർശിക്കാനെത്തുന്ന ശിവപാർവതിമാരെ താരകാസുരൻ തന്റെ വരവല്ലത്താൽ ആക്രമിക്കാൻ ഒരുങ്ങിടുന്നു. തിരികെ പോരുന്ന വഴിക്ക് പരമശിവൻ തന്റെ തൃശൂലത്താൽ ശിവപർവ്വതത്തിൽ ഓം എന്ന് കോറിയിടും. അതിനിപ്പുറം അസുരൻ പ്രവേശിച്ചുകൂടാ എന്ന അടയാളപ്പെടുത്തലായിരുന്നു അത്. അതോടുകൂടി പർവ്വതം ഓം പർവ്വതമെന്നറിയപ്പെടാൻ തുടങ്ങി എന്നതാണ് ഐതിഹ്യം.